റിവിഷൻ എക്സ്പേർട്ടിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൂവളത്തിന്റെ ഇല പതിവില്ലാത്ത ശൈവസങ്കല്പമാണ്. ഇവിടുത്തെ ദേവന് തുളസിയിലയാണ് പ്രിയം. ശ്രദ്ധിക്കുക, കൂവളത്തിന്റെ ഇല പതിവില്ലാത്ത ശൈവസങ്കല്പമാണ്. തുളസിയിലയാണ് പ്രിയം. 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. കൂടിയാട്ടം, ചാക്യാർകൂത്ത് എന്നിവ അവതരിപ്പിക്കുന്നതിന് ഏറ്റവും പരിപാവനമായ സ്ഥലമായി ക്ഷേത്രം കരുതപ്പെടുന്നു. കൂടിയാട്ടം, ചാക്യാർകൂത്ത് എന്നിവ അവതരിപ്പിക്കുന്നതിന് ഏറ്റവും പരിപാവനമായ സ്ഥലമായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കരുതപ്പെടുന്നു. എല്ലാ പുതിയ കൂടിയാട്ടങ്ങളും രൂപകൽപ്പനയ്ക്ക് ശേഷം ആദ്യം അവതരിപ്പിക്കുന്നത് ഇവിടെയാണ്. ചാക്യാർ സമുദായത്തിലെ മാണി കുടുംബത്തിന് മാത്രമേ ഇവിടെ കൂടിയാട്ടം നടത്താൻ അവകാശമുള്ളൂ. ശ്രദ്ധിക്കുക, ചാക്യാർ സമുദായത്തിലെ മാണി കുടുംബത്തിന് മാത്രമേ ഇവിടെ കൂടിയാട്ടം നടത്താൻ അവകാശമുള്ളൂ. പത്മശ്രീ മാണി മാധവ ചാക്യാർ ഇവിടെ വർഷങ്ങളോളം കൂടിയാട്ടം അവതരിപ്പിച്ചിരുന്ന കലാകാരനാണ്. പത്മശ്രീ മാണി മാധവ ചാക്യാർ ഇവിടെ വർഷങ്ങളോളം കൂടിയാട്ടം അവതരിപ്പിച്ചിരുന്ന കലാകാരനാണ്. മാധവ ചാക്യാർക്ക് വിദൂഷകരത്ന പട്ടം സമ്മാനിച്ചത് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ വെച്ചാണ്. കൊടിമരമില്ലാത്ത ക്ഷേത്രമായതുകൊണ്ട് തന്നെ കൊടിയേറ്റുത്സവങ്ങളോ ആറാട്ട് എഴുന്നള്ളിപ്പുകളോ പതിവില്ല. അത്താഴപൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ള ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. ശ്രദ്ധിക്കുക, അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ളൂ. കേരളത്തിൽ 4 തന്ത്രിമാരുള്ള ക്ഷേത്രം കൂടിയാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. കേരളത്തിൽ 4 തന്ത്രിമാരുള്ള ക്ഷേത്രം കൂടിയാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. അടുത്തത് പറശ്ശിനിക്കടവ് ശ്രീമുത്തപ്പൻ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ വളപട്ടണ നദിക്കരയിലാണ് പറശ്ശിനിക്കടവ് ശ്രീമുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുഴുങ്ങിയ ധാന്യങ്ങൾ, തേങ്ങാപ്പൂൾ എന്നിവയാണ് പ്രധാന വഴിപാട്. പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂൾ എന്നിവയാണ് പ്രധാന വഴിപാട്. കരിച്ച ഉണക്കമീനും കള്ളും നൈവേദ്യമായിട്ട് അർപ്പിക്കാറുണ്ട്. കരിച്ച ഉണക്കമീനും കള്ളും നൈവേദ്യമായിട്ട് അർപ്പിക്കാറുണ്ട്. പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിൽ അഞ്ചരക്കണ്ടി പുഴയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിൽ അഞ്ചരക്കണ്ടി പുഴയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ. സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ. പഴനിയിലെ പോലെ തന്നെ പടിഞ്ഞാറോട്ടാണ് സ്വാമിയുടെ ദർശനം. പഴനിയിലെ പോലെ പടിഞ്ഞാറോട്ടാണ് ദർശനം. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. എല്ലാ മാസവുമുള്ള വെളുത്ത ഷഷ്ഠി പ്രധാനപ്പെട്ട വിശേഷ ദിവസമാണ്. എല്ലാ മാസവുമുള്ള വെളുത്ത ഷഷ്ഠി പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമാണ്. അടുത്തതും ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തന്നെയാണ്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പയ്യന്നൂർ പെരുമാൾ എന്നാണ് സുബ്രഹ്മണ്യ സ്വാമി ഇവിടെ അറിയപ്പെടുന്നത്. ഉത്തര കേരളത്തിലെ പഴനി എന്നും ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഉത്തര കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട് പരശുരാമ ശാസനങ്ങൾ പാലിക്കപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട് പരശുരാമ ശാസനങ്ങൾ പാലിക്കപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ്. കണ്ണൂർ ജില്ലയിൽ ബാവലിപ്പുഴയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ബാവലിപ്പുഴയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും ഉണ്ട്. തിരുവഞ്ചിറ എന്ന വലിയ തടാക മധ്യത്തിലെ മണിത്തറയിലാണ് ശിവലിംഗം നിലനിൽക്കുന്നത്. ശ്രദ്ധിക്കുക, തിരുവഞ്ചിറ എന്ന വലിയ തടാക മധ്യത്തിലെ മണിത്തറയിലാണ് ശിവലിംഗം. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂ ആണെന്നാണ് വിശ്വാസം. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂ ആണെന്നാണ് വിശ്വാസം. ഇടവം, മിഥുനം എന്നീ മാസങ്ങളിലെ വൈശാഖ മഹോത്സവം പ്രധാന ആഘോഷമാണ്. ഇടവം, മിഥുനം എന്നീ മാസങ്ങളിലെ വൈശാഖ മഹോത്സവം പ്രധാന ആഘോഷമാണ്. ഓടപ്പൂക്കൾ കൊട്ടിയൂർ ഉത്സവത്തിന്റെ പ്രത്യേകതയാണ്. ശ്രദ്ധിക്കുക, ഓടപ്പൂക്കൾ കൊട്ടിയൂർ ഉത്സവത്തിന്റെ പ്രത്യേകതയാണ്. പുരാണങ്ങളിൽ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. പുരാണങ്ങളിൽ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. തടാകത്തിലെ അമ്മാറക്കല്ലിൽ ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നു. തടാകത്തിലെ അമ്മാറക്കല്ലിൽ ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നു. അടുത്തതായി നോക്കുന്നത് തൊടിയിക്കളം ശിവക്ഷേത്രം. ചുമർ ചിത്രകല കൊണ്ട് പ്രശസ്തമായ ക്ഷേത്രമാണ് തൊടിയിക്കളം ശിവക്ഷേത്രം. കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം സംരക്ഷിക്കുന്നത്. ഇവിടുത്തെ ചുമർ ചിത്രങ്ങൾ ജൈവച്ചായ കൂട്ടുകൾ ഉപയോഗിച്ച് വരച്ചതാണ്. ശ്രദ്ധിക്കുക, ഇവിടുത്തെ ചുമർ ചിത്രങ്ങൾ ജൈവച്ചായ കൂട്ടുകൾ ഉപയോഗിച്ച് വരച്ചതാണ്.
പഴശ്ശിരാജ കുടുംബവുമായി ബന്ധമുള്ള ക്ഷേത്രമാണ് തൊടിയിക്കളം ശിവക്ഷേത്രം. പഴശ്ശിരാജയുടെ കുടുംബവുമായി ബന്ധമുള്ള ക്ഷേത്രമാണ് തൊടിയിക്കളം ശിവക്ഷേത്രം. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. പ്രതിഷ്ഠ കംസവധത്തിന് ശേഷമുള്ള ശ്രീകൃഷ്ണനാണ്. ഗുരുവായൂരിലേക്കാൾ അല്പം ഉയരം കൂടുതലാണ് ഇവിടുത്തെ വിഗ്രഹത്തിന്. ഗുരുവായൂരത്തെ വിഗ്രഹത്തേക്കാൾ അല്പം ഉയരം കൂടുതലാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം 1908 ശ്രീനാരായണ ഗുരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ പരമശിവനാണ്. നെൽവയലുകൾക്ക് നടുവിൽ മണ്ണ് ഉയർത്തിക്കെട്ടിയ പ്രതലത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ സ്ഥാപിച്ച ഏക ക്ഷേത്രം കൂടിയാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. ശ്രദ്ധിക്കുക, ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ സ്ഥാപിച്ച ഏക ക്ഷേത്രം കൂടിയാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. കുന്നത്തൂർ പാടി ക്ഷേത്രം മുത്തപ്പൻ ആരുടമാണ് കുന്നത്തൂർ പാടി കണ്ണൂർ ജില്ലയിലെ ഉടുമ്പമലയിൽ സ്ഥിതി ചെയ്യുന്നു. കണ്ണൂർ ജില്ലയിലെ ഉടുമ്പമലയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രശസ്തമായ കുന്നത്തൂർ പാടി ഉത്സവം നടത്തുന്നത് കുന്നത്തൂർ പാടി ക്ഷേത്രത്തിലാണ്. മുത്തപ്പനായി ക്ഷേത്രമില്ല. പ്രകൃതിദത്ത അന്തരീക്ഷത്തിലാണ് ഉത്സവം നടക്കുന്നത്. കന്നിമാസത്തിലെ പുത്തരി വെള്ളാട്ടാണ് ഇവിടെ നടത്തുക. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. ശ്രീ പാർവതിയുടെ ഒരു മൂർത്തിഭേദമാണ് അന്നപൂർണേശ്വരി. ശ്രീ പാർവതി ദേവിയുടെ ഒരു മൂർത്തിഭേദമാണ് അന്നപൂർണേശ്വരി. ഐതിഹ്യമനുസരിച്ച് പരശുരാമ നിർമ്മിച്ച ക്ഷേത്രമാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും പരമശിവൻ പത്നിയെ കാണാൻ ദിവസവും അത്താഴപൂജയ്ക്ക് ശേഷം ചെറുകുന്നിലെത്തുമെന്നും ഒരു സങ്കല്പമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.